1980 ഒക്ടോബർ മാസം കേരളം സാവധാനം ആധുനികതയിലേക്ക് ചുവടുവെക്കുന്ന കാലം. തിരുവല്ലയിലെ മീന്തലക്കര എന്ന പ്രശാന്തമായ ഗ്രാമമെന്ന് വാർത്തകളിൽ നിറഞ്ഞത് തികച്ചും ഭീതിജനകമായ ഒരു കാരണത്താലാണ്. ആഡംബരത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീകമായിരുന്ന കരിക്കൻ വില്ല എന്ന വീട് ഒരു രാത്രി കൊണ്ട് ശ്മശാന തുല്യമായി മാറി. വർഷങ്ങൾക്കിപ്പുറവും മലയാളിയുടെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരവും എന്നാൽ അത്യന്തം നാടകീയവുമായ ഒരു അധ്യായമാണ് കരിക്കൻ വില്ല കൊലക്കേസ്. ബന്ധുത്വം, മയക്കുമരുന്ന്, ആർത്തി, ഒടുവിൽ അവിശ്വസനീയമായ ഒരു പശ്ചാത്താപം. ഒരു സിനിമയെ വെല്ലുന്ന ആ കഥ കാണാം ഒരു നാൾ ഒരിടത്തൊരിടത്ത്. ഒക്ടോബർ 7 ചൊവ്വാഴ്ച. പതിവ് പോലെ കരിക്കൻ വില്ലയിലെ വീട്ടിലേക്ക് പാൽക്കാരൻ പയ്യനെത്തി. വീട്ടിലെ താമസക്കാരായ KC ജോർജും ഭാര്യ റേച്ചലും പ്രായമായവരാണ്. മക്കളെല്ലാം വിദേശത്തായതുകൊണ്ട് തന്നെ ആ വലിയ വീട്ടിൽ അവർ രണ്ടുപേരും മാത്രമായിരുന്നു താമസം. എന്നാൽ അത് വീടിന്റെ മുൻവാതിൽ തുറന്നു കിടക്കുന്നു. വിളിച്ചിട്ടും മറുപടിയില്ല. സംശയം തോന്നിയ അവൻ അകത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് നടുക്കുന്ന കാഴ്ചയായിരുന്നു. ഹാളിലും മുറിയിലുമായി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ജോർജും റേച്ചലും. മരണം തൊട്ടു പിന്നാലെ എത്തിയതുപോലെയുള്ള നിശബ്ദത ആ വീട്ടിലുണ്ടായിരുന്നു. പോലീസ് എത്തുമ്പോൾ കണ്ടത് മാരകമായ ആയുധങ്ങൾ കൊണ്ട് തലക്കടിയേറ്റും കുത്തേറ്റും മരിച്ച ദമ്പതികളെയാണ്. കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. അന്നത്തെ കാലത്ത് ഫോറൻസിക് പരിശോധനകളോ CCTV ക്യാമറകളോ ഒന്നുമില്ല. മോഷണ ശ്രമമാണോ എന്ന് പരിശോധിച്ചപ്പോൾ വീട്ടിലെ അലമാരകൾ കുത്തി തുറന്നിട്ടുണ്ട്. എന്നാൽ അവിടെ പോലീസിനെ അത്ഭുതപ്പെടുത്തിയത് ചില ചെറിയ കാര്യങ്ങളാണ്. കൊലയാളികൾ വീട്ടിൽ വന്നിരുന്നത് അതിഥികളെ പോലെയായിരുന്നു. അവർ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, വിദേശ സിഗരറ്റുകൾ വലിച്ചു തള്ളിയിട്ടുണ്ട്. എല്ലാത്തിനും ഉപരി ചോരപ്പാടുകൾക്കിടയിൽ നിന്ന് ഒരു ഷൂവിന്റെ അടയാളം പോലീസിന് ലഭിച്ചു. അതൊരു സാധാരണ ഷൂ ആയിരുന്നില്ല. അമേരിക്കൻ നിർമ്മിതമായ നോർത്ത് സ്റ്റാർ ബ്രാൻഡ് ഷൂവിന്റെ അടയാളമായിരുന്നു അത്. 1980-കളിൽ കേരളത്തിലെ ഒരു സാധാരണക്കാരന് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരം ഷൂസ്. കൊലയാളികൾ ഉന്നത കുലജാതരോ വിദേശ ബന്ധമുള്ളവരോ ആണെന്ന് ആദ്യ സൂചന അവിടെ നിന്ന് ലഭിച്ചു. അന്വേഷണം ജോർജിന്റെ ബന്ധുക്കളിലേക്ക് തിരിഞ്ഞു. അപ്പോഴാണ് ജോർജിന്റെ ഡയറിയിൽ നിന്ന് റെനി എന്ന പേര് ശ്രദ്ധയിൽപ്പെടുന്നത്. KC ജോർജിന്റെ സഹോദരപുത്രൻ. മൗറീഷ്യസിൽ പഠിക്കാൻ പോയ റെനി ജോർജ് എന്ന 20-കാരൻ അക്കാലത്ത് ഒരു പ്ലേ ബോയ് ആയിരുന്നു. മയക്കുമരുന്നിനും ആഡംബരത്തിനും അടിമയായ റെനി തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം മൗറീഷ്യസിൽ നിന്ന് ചെന്നൈ വഴി കേരളത്തിലെത്തി. അവർക്ക് പണം ആവശ്യമായിരുന്നു. വിദേശത്ത് നിന്നെത്തിയ മക്കൾ അയച്ചു കൊടുക്കുന്ന പണവും സ്വർണവും കരിക്കൻ വില്ലയിലുണ്ടെന്ന് റെനി മനസ്സിലാക്കി. സ്വന്തം പിതാവിന് തുല്യനായ ഒരാളെ കൊല്ലാൻ റെനി പദ്ധതിയിട്ടു. ഒക്ടോബർ 6 വൈകുന്നേരം അവർ വിരുന്നുകാരെന്ന വ്യാജേന കരിക്കൻ വില്ലയിലെത്തി. സ്നേഹത്തോടെയാണ് ജോർജും റേച്ചലും അവരെ സ്വീകരിച്ചത്. രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വിശ്രമിക്കുന്നതിനിടയിൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം അവർ ആക്രമണം തുടങ്ങി. മാരകമായ ആയുധങ്ങൾ കൊണ്ട് ആ വൃദ്ധ ദമ്പതികളെ അവർ ക്രൂരമായി കൊലപ്പെടുത്തി. വീട്ടിലുണ്ടായിരുന്ന പണവും സ്വർണവുമായി അവർ കടന്നു കളഞ്ഞു. എന്നാൽ അവർ കരുതിയതുപോലെ വലിയൊരു നിധി ആ വീട്ടിലുണ്ടായിരുന്നില്ല. വെറും 2000-ഓളം രൂപയ്ക്കും കുറച്ച് സ്വർണത്തിനും വേണ്ടിയാണ് 2 ജീവനുകൾ അവർ കവർന്നെടുത്തത്. കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും റെനിയുടെ സുഹൃത്തിന്റെ ആ വിദേശ ഷൂ അവർക്ക് വിനയായി. കേരള പോലീസ് പ്രതികളെ ചെന്നൈയിൽ നിന്ന് പിടികൂടി. വിചാരണയ്ക്കൊടുവിൽ എല്ലാവർക്കും കോടതി വധശിക്ഷ വിധിച്ചു. പിൽക്കാലത്ത് അത് ജീവപര്യന്തമായി കുറഞ്ഞു. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. ജയിലിനുള്ളിൽ വെച്ച് റെനി ജോർജ് എന്ന മനുഷ്യൻ മാറുകയായിരുന്നു. തന്റെ പ്രവൃത്തിയിൽ നീറുന്ന പശ്ചാത്താപം തോന്നിയ റെനി ജയിലിൽ വെച്ച് ആത്മീയതയിലേക്ക് തിരിഞ്ഞു. ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി പുറത്തിറങ്ങിയ റെനി ജോർജ് പിന്നീട് കുറ്റവാളികളുടെ മക്കളെ സംരക്ഷിക്കാനും അവരെ നേർവഴിക്ക് നയിക്കാനുമായി തന്റെ ജീവിതം മാറ്റിവെച്ചു. ഇന്ന് റെനി ഒരു പാസ്റ്ററാണ്. ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും ഭീകരനായ ഒരു കുറ്റവാളിയുടെ അത്ഭുതകരമായ മാനസാന്തരം കൂടിയാണിത്. കരിക്കൻ വില്ല എന്ന വീട് ഇന്നും തിരുവല്ലയിൽ ആ പഴയ ഓർമ്മകളുമായി നിലനിൽക്കുന്നുണ്ടാവാം. പക്ഷേ ആ മതിൽക്കെട്ടിനുള്ളിൽ നടന്നത് മനുഷ്യന്റെ ആർത്തിയും പശ്ചാത്താപവും തമ്മിലുള്ള വലിയൊരു പോരാട്ടമായിരുന്നു.